ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. السلام عليك يا بدر تمامي صلواتي على النبي سلامي وهو خير الأنام بدر تمامي السلام عليك يا نور ظلامي السلام عليك يا كل المرامي. പാണക്കാട് തങ്ങൾക്ക് മുഷാവറാംഗത്വം വാഗ്ദാനം ചെയ്ത് സമസ്ത. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയോ അബ്ബാസ് അലി തങ്ങളെയോ മുഷാവറയിൽ ക്ഷണിതാവാക്കാമെന്നാണ് സമസ്തയുടെ വാഗ്ദാനം. പാണക്കാട് കുടുംബം സ്വീകരിച്ചിട്ടില്ല. മറ്റു ഉപാധികൾ അംഗീകരിക്കാതെ മുഷാവറ പ്രവേശനം വേണ്ട എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട്. PS രഞ്ജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഒരു അനുനയം എന്ന നിലയ്ക്കാണോ പാണക്കാട് ഒരു കുടുംബാംഗത്തിന് മുഷാവറാംഗത്വം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സമസ്ത? എന്നാൽ ഇത് എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്നാണ് വിശദമാക്കുന്നത്. വിനിത, സമസ്ത ലീഗ് തർക്കത്തിൽ സമവായത്തിനുള്ള ശ്രമങ്ങൾ വളരെ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സമസ്തയുടെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട സമ്മേളനവും യാത്രയൊക്കെ വരുന്നു. മറ്റൊന്ന്, ലീഗിനെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. രണ്ട് കൂട്ടർക്കും ഇതിലൊരു സമവായത്തിൽ എത്തണമെന്നുണ്ട്. പക്ഷേ ഈ സമവായ സാധ്യതകൾ പലപ്പോഴും മങ്ങുന്നതായാണ് കാണുന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ CIC വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുക, സമസ്തയ്ക്ക് കീഴിലേക്ക് CICയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഒരു ഒത്തുതീർപ്പ് എത്തുന്നില്ല. ലീഗ് അനുകൂലികളെ അനുനയിപ്പിക്കാനുള്ള മറ്റൊരു ഉപാധിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പാണക്കാട് കുടുംബത്തിൽ ഒരാൾക്ക് സമസ്ത മുഷാവറയിൽ അംഗത്വം കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ അബ്ബാസ് അലി തങ്ങളെയോ സാദിഖ് അലി തങ്ങളെയോ മുഷാവറയിൽ ക്ഷണിതാവാക്കാം എന്നൊരു ഉപാധി ഉണ്ടായിരുന്നു. ആ ഉപാധി സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരിൽ ഒരാളെ, അബ്ബാസ് അലി തങ്ങളെയോ സാദിഖ് അലി തങ്ങളെയോ മുഷാവറയിൽ ക്ഷണിതാവാക്കാനുള്ള ഉപാധി അംഗീകരിക്കാം എന്ന് ലീഗ് വിരുദ്ധ വിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഒരു ഉപാധി ഇപ്പോൾ പാണക്കാട് കുടുംബം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ മുഷാവറ അംഗത്വമല്ല പ്രധാനപ്പെട്ട ഉപാധി. അതിനു മുന്നേ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുക, അതുപോലെ സമസ്തയുടെ പോഷക സംഘടനകളിലൊക്കെ കൂടുതൽ പ്രാതിനിധ്യം ലീഗ് അനുഭാവികൾക്ക് കൊടുക്കുക, സുന്നി മഹല്ല് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക്, സമസ്തയുടെ മദ്രസ ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ലീഗ് അനുകൂലികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷം മതി മുഷാവറ അംഗത്വം എന്നുള്ളതാണ്. അതായത് ഈ സമവായ നീക്കത്തിനുള്ള ഓരോന്നോരോന്നായി അടയുന്നു എന്നുള്ളതാണ്. നേരത്തെ ഉമർ ഫൈസി മുഖമൊക്കെ റിപ്പോർട്ടർ TVയോട് പറഞ്ഞത് ഞങ്ങൾ ലീഗാണ്, ലീഗുമായി ഒത്തുചേർന്ന് പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷെ ലീഗുമായി ഒത്തുചേർന്ന് പോകാൻ തയ്യാറാകുമ്പോഴും ലീഗ് മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പാണക്കാട് കുടുംബത്തിന്റെയും ലീഗ് അനുകൂലികളും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ലീഗ് അനുകൂലികൾ മുന്നോട്ട് വെക്കുന്ന ഉപാധി അത് പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വിഷയം വരുന്നു. മറ്റൊന്ന്, ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ CICയിൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെക്കുമ്പോൾ അതും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ സമവായത്തിനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും സമവായത്തിനുള്ള ഉപാധികളൊന്നും ഒരു പക്ഷവും അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് സമസ്ത ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ ഏറ്റവും വലിയ ആത്മീയ പരിവേഷം ഉള്ള തറവാട് എന്ന് PR വർക്കിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് മറുഭാഗത്ത് കേരളത്തിലെ സുന്നി സമൂഹത്തെ മുശ്രിക്കുകളും കാഫറുകളുമാണെന്ന് പറഞ്ഞ ഇവിടെ കേരളത്തിൽ ഉടലെടുത്ത വിദഈ പ്രസ്ഥാനം, അവര് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവര് തമ്മിലടിച്ചുകൊണ്ട് പിളർന്നപ്പോൾ ആ കക്ഷികളെ യോജിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുക. എന്നിട്ട് അവര് കേരളത്തിലെ ഈ കക്ഷികൾ, ബിദ്അത്തിന്റെ മുജാഹിദിന്റെ കക്ഷികൾ പരസ്പരം തല്ലിയ ആളുകൾ, രണ്ട് ചിഹ്ന ഭിന്നമായ ആളുകളെ നന്നായി പണിയെടുത്ത് കൂട്ടി യോജിപ്പിച്ച് ഒരു ഐക്യം അവരുടെ ഉണ്ടാക്കിയിട്ട് അത് ഈ തറവാട്ടുകാരാണ്, ഈ 1000 മഹലിന്റെ ഖാദിമാരായ ഈ തറവാട്ടുകാരാണെന്ന് മേനി പറഞ്ഞ് നടക്കുക.
വളരെ ചുരുങ്ങിയ ശതമാനമായ കേരളത്തിലെ ബിദഅത്തുകാരായ വഹാബികളും മൗദൂദികളെയും അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് സുന്നി സമൂഹത്തിന്റെ നേതാക്കന്മാരുടെ കൂടെ ഇരുത്തിയിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവരും വലിയ നേതാക്കന്മാരാണ്, വലിയ വലിയ മൗലാനമാരാണ് എന്നുള്ള ഒരു പരിവേഷം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ പുസ്തക പ്രകാശനങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, അവരുടെ നേതാവ് ഒരു വലിയ മൗലവി മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞ KNM-ന്റെ അനിഷേധ്യനായ നേതാവ് മരണപ്പെട്ടപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും വലിയ തീരാ നഷ്ടമാണ് സംഭവിച്ചത് എന്ന് പ്രഖ്യാപിക്കുക. കരുവള്ളി മുഹമ്മദ് മൗലവി മരിച്ചപ്പോൾ അതിനുവേണ്ടി ആ മൗലവിയെ പുകഴ്ത്താനും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിവരിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ അരപ്പേജ് ലേഖനം എഴുതി വിടുക. ഇതൊക്കെ നിരന്തരം ചെയ്തു വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. വഹാബികളുടെ നോമ്പ് തുറക്ക് പോവുക, അവരുടെ സമ്മേളനങ്ങൾക്ക് പോവുക, അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുക. ഏറ്റവും അവസാനം നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കേട്ടു, CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന CH മുസ്തഫ മൗലവിയുടെ അയാളെന്ന് പറഞ്ഞാൽ പച്ച കുഫ്രിയത്ത് ദീനിന്റെ പേരിൽ വിളമ്പുന്ന സർവമത സത്യവാദം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന എല്ലാ മതക്കാരും ശരിയാണ്, എല്ലാ മതക്കാരും ഹക്കാണ്, എല്ലാവരും സ്വർഗാവകാശികളാണ് എന്നൊക്കെ വാദിക്കുന്ന ദീനിന്റെ നിയമങ്ങൾ പച്ചയായി കാറ്റിൽ പറത്തുന്ന CH മുസ്തഫ മൗലവി എഴുതിയ ഖുർആന്റെ പേരിലുള്ള ഒരു പരിഭാഷയ്ക്ക് ഈ പറയുന്ന കേരളത്തിൽ ഏറ്റവും പോരിശിയാക്കപ്പെട്ടു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച തറവാട്ടിലുള്ള മറ്റൊരു തങ്ങൾ അതിന് അവതാരിക എഴുതി കൊടുക്കുക. നോക്കണം, ചുരുക്കി പറഞ്ഞാൽ ദീന് പൊളിക്കാനുള്ള എന്തെല്ലാം പണികളുണ്ടോ അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുക. അവരുടെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് അഹ്ലുസുന്നയുടെ പേരിൽ വഹാബി മൗലവിമാരെ ഒന്നുമില്ല സാധാരണക്കാർ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അത്യാവശ്യം ദീനി ഈമാൻ ഉറച്ച ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം മൗലവിയെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയും, തലയിലുണ്ടാവില്ല, നെഞ്ഞത്ത് കൈകെട്ടും. അതേസമയത്ത് സുന്നി പേരിൽ നടന്നുകൊണ്ട് കുഫിരിയത്ത് വിളമ്പുന്ന, റമദാനിലെ നോമ്പ് പോലും ഷെയ്ഖ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മുറിയൂല എന്ന് വിശ്വസിക്കുന്ന, ഷെയ്ഖന്മാർക്ക് പ്രത്യേക ശരീഅത്താണെന്ന് പറയുന്ന കുഫിരിയത്തിന്റെ വാദങ്ങൾ ഉന്നയിക്കുന്ന ഈ കുരുവട്ടൂരികളെ അവരെയും ഈ പ്രത്യേകമായ പോരിശയാക്കപ്പെട്ടു എന്ന് അവതരിപ്പിച്ച തറവാട്ടുകാർ പരവതാനി വിരിച്ച് സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോ ഞാൻ മുമ്പേ പറയാറുണ്ട്, കേരളത്തിൽ ദീന് പൊളിക്കുന്ന എല്ലാ കക്ഷികൾക്കും അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കക്ഷികൾ ഇവരാണെന്നുള്ളത്. അവർക്ക് താൽക്കാലികമായ ലാഭം എവിടെ കിട്ടുന്നുവോ ആ ലാഭം നോക്കിയിട്ട് ആ ലാഭത്തിന് വേണ്ടി ദീന് പൊളിഞ്ഞാലും കുഴപ്പമില്ല, ദീന് നശിച്ചാലും കുഴപ്പമില്ല, ശരീഅത്ത് എന്തായാലും കുഴപ്പമില്ല, എല്ലാ കാട്ടുകള്ളന്മാരെയും ബിദഅകളെയും കള്ളത്തൊരീക്കത്തുകാരായ ബിദഅത്തിന്റെ കക്ഷികളെയും ഈ ദീനീ പൊളിയന്മാരെ മുഴുവൻ ഊറ്റി താരാട്ട് പാടി കൊടുക്കുന്ന പരിപാടിയാണ് ഈ പാണക്കാട് എന്ന് പറയുന്ന ഈ കക്ഷികൾ ചെയ്തു കൊടുക്കുന്ന പ്രത്യേക തറവാട്ടുകാർ ചെയ്തു കൊടുക്കുന്നത് എന്ന് ഇനി ആർക്കും സംശയം ആ വിഷയത്തിൽ വേണ്ട. അതുകൊണ്ട് ഇത്തരം PR വർക്ക് നടത്തുന്ന കക്ഷികളെയും ഇത്തരം ദീനീ പൊളിയന്മാരെ സ്വീകരിച്ച് അവരെ അവിടെ പ്രൊമോട്ട് ചെയ്യുകയും സാധാരണക്കാരുടെ ഇടയിൽ ഈ കള്ളത്തൊരീക്കത്തിലേക്ക് കൂടുതൽ ആളുകൾ പോയി പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഇത്തരം കക്ഷികളെ നന്നായി വിശ്വാസി സമൂഹം കരുതിയിരിക്കുക എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.